ബസ് യാത്രക്കാർക്ക് പെരുമാറ്റച്ചട്ടവുമായി തമിഴ്നാട് സർക്കാർ. സ്പീക്കർ മോഡിൽ സംസാരിക്കരുത്, ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയോ ഹെഡ്സെറ്റ് ഇല്ലാതെ വീഡിയോ കാണുകയോ ചെയ്യരുത് എന്ന് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. ബസ്സിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നില്ലെന്ന് ഡ്രൈവർമാർ ഉറപ്പാക്കണമെന്നും സർക്കുലറുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഇത് ചില പ്രത്യേക തരത്തിലുള്ള ഇടപെടലാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവിടെ ഈ വളരെ ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്ന ശീലമുള്ള ആളുകൾ പൊതുവെ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ ഈ സിവിക് സെൻസ് വളർത്താനുള്ള പുതിയ ആലോചനയുടെ ഭാഗമായി സർക്കാർ നടപ്പാക്കുന്ന പരിപാടികളാണോ ഇതൊക്കെ? അതെ ഹർഷൻ, കാരണം നമ്മളൊക്കെ അനുഭവിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടുള്ള കാഴ്ചയാണിത്. നമുക്കത് ലളിതമായി തോന്നാം, പക്ഷേ സത്യത്തിൽ അത് അരോചകമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരമൊരു നടപടി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാതെ ഉച്ചത്തിൽ സംസാരിക്കുക, വാഹനങ്ങളിൽ, പൊതുഗതാഗതങ്ങളിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ പാട്ട് കേൾക്കുക തുടങ്ങിയൊക്കെ തന്നെ നമ്മൾ പതിവ് കാഴ്ചയായി മാറുന്നൊരു ഘട്ടം കൂടിയാണിത്. അപ്പോഴാണ് ഏതായാലും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഗതാഗത സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സർക്കുലർ തമിഴ്നാട്ടിലെ വിവിധ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് നൽകിയിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും SCTCക്കും ഒക്കെ തന്നെ ഈ സർക്കുലർ നൽകിയിട്ടുണ്ട്. അതിലാണ് ഇത്തരം ബോധവൽക്കരണം നടത്താൻ ഡ്രൈവർമാരും ഒപ്പം തന്നെ കണ്ടക്ടർമാരും ഇടപെടണം എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഉച്ചത്തിൽ പാട്ട് വെക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ ഡ്രൈവർമാർ തന്നെ ശ്രദ്ധ ചെലുത്തണം എന്ന കാര്യം കൂടി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ CMRL ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ് ഒക്കെ തന്നെ ഇത്തരം നടപടികൾ കൈക്കൊണ്ടിരുന്നു. അതായത് ഇത്തരത്തിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുന്നതും ഉറക്കെ സംസാരിക്കുന്നതും ഒക്കെ തന്നെ പതിവായ സാഹചര്യത്തിൽ അത്തരം ചെയ്തികൾക്ക് പിഴ ചുമത്തുന്ന നടപടിയാണ് CMRLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2500 രൂപയാണ് പാട്ട് കേൾക്കുന്നതും ഒക്കെ തന്നെ, ഹെഡ്സെറ്റ് ഇല്ലാതെ പാട്ട് കേൾക്കുന്നതിനൊക്കെ തന്നെ ചുമത്തുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെയും ഗതാഗത സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഉത്തരവിൽ ഏതായാലും പിഴ ചുമത്തുന്ന കാര്യമൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ 1989 ട്രാൻസ്പോർട്ട് നിയമപ്രകാരം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന രീതിയിൽ ഇടപെടുന്നത് തെറ്റാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ബസ്സിലെ ജീവനക്കാർ ഇത്തരത്തിൽ ആളുകളെ ബോധവൽക്കരിക്കാൻ ഇടപെടൽ നടത്തണം എന്ന നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹർഷൻ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.